വെൽക്കം ബാക്ക് ടു ഇൻസ്പയറിംഗ് ഡിപ്പോ. HST നാച്ചുറൽ സയൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങിയോ? അത് ഇതുവരെ തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാനറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഹാൻഡ് റിട്ടൺ കോപ്പി അതുപോലെ സിലബസ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ HST നാച്ചുറൽ സയൻസിൻ്റെ സിലബസ് ഇതുവരെ ഔട്ടായിട്ടില്ല, നമുക്കറിയാം അല്ലേ. എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം ഒരു 2-3 മാസമൊക്കെ സമയമുള്ളപ്പോഴാണ് സിലബസ് ഔട്ടാവാറുള്ളത്. അപ്പോൾ നിലവിൽ നമ്മൾ നോക്കുന്നത് പഴയ സിലബസാണ്. ഇതുവരെ നടന്ന എക്സാംസ് വെച്ച് നോക്കിയാൽ സിലബസിൽ വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സെപ്റ്റംബർ 9-ാം തീയതി മുതൽ എങ്ങനെ അത് നമുക്ക് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ഓരോ മന്തും പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മെയ് മാസത്തോടു കൂടി, ഏപ്രിൽ മെയ് ആകുമ്പോഴേക്കാണ് നമ്മുടെ സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഏകദേശം ജൂലൈ ഓഗസ്റ്റ് ഒക്കെ നമുക്കിതിൻ്റെ എക്സാം പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്കറിയാം ഒരു 6 മാസത്തെ സമയം നമുക്ക് കിട്ടുന്നുള്ളൂ. എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം ഒരു 6 മാസത്തെ സമയം വന്നു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ വർഷം ലാസ്റ്റ്, അടുത്ത വർഷം ഫസ്റ്റ് മന്ത് ഫസ്റ്റോ സെക്കൻഡ് മന്ത് തന്നെ എന്തായാലും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ നമ്മളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സെപ്റ്റംബർ മന്ത് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ ബയോളജി വരുന്നുണ്ട്, മെത്തഡോളജി വരുന്നുണ്ട്, ഹിസ്റ്ററീൻ്റെ ഒരു ഭാഗവും അതുപോലെ കറണ്ട് അഫയേഴ്സ് ആൻഡ് GK ഇത്രയാണ് നമുക്കുള്ളത്. അതിൽ ബയോളജി പാർട്ട് നമ്മൾ മലയാളം മീഡിയം എക്സാം എഴുതുന്നത് മലയാളം മീഡിയത്തിലാണ്. ബാക്കിയുള്ളതൊക്കെ പാർട്ട് എയിൽ വരുന്നതാണ്. പാർട്ട് B ബയോളജി മലയാളം മീഡിയത്തിലും, പാർട്ട് എയിൽ വരുന്ന മെത്തഡോളജിയും ഹിസ്റ്ററിയും കറണ്ട് അഫയേഴ്സും ഒക്കെ നമുക്ക് ഇംഗ്ലീഷിലുമാണ് നമ്മൾ എക്സാം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ നമ്മളതിനെ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. അപ്പം അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്യുന്നത്? ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് ഓരോ സബ്ജക്റ്റിന് ഓരോ മണിക്കൂർ വെച്ചിട്ട് കുറച്ച് ഫാസ്റ്റായിട്ട് പഠിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ ഒരു സബ്ജക്റ്റിന് 1 മണിക്കൂറിനെ നിങ്ങൾ കൊടുക്കുന്നു. 4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് അത് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയല്ലാത്തവർക്ക് വേണ്ടിയിട്ട്, അതായത് കുറച്ചും കൂടി ടൈം എടുക്കണം എന്നുള്ളവർക്ക് ഓരോ സബ്ജക്റ്റിനും 2 മണിക്കൂർ വെച്ച് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത് അങ്ങനെ ഒരു 8 മണിക്കൂറിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 4 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയാണ് ഇതിൻ്റെ ഒരു പഠന സമയം നമ്മൾ ക്രമീകരിക്കേണ്ടത്. പിന്നെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് പഠിച്ചു പോവാം. കാരണം സമയം ഇത്രയും പറയുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് മാത്രമാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് ഒരു ദിവസം നമുക്ക് പഠിക്കേണ്ടി വരുന്നുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തൊരു ദിവസം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ഒഴിവായി പോയ ഭാഗം കൂടി അത് അടുത്തൊരു ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ സെപ്റ്റംബർ 9 മുതലാണ് നമ്മളിവിടെ നോക്കുന്നത്. സെപ്റ്റംബർ 9 മൺഡേ അല്ലേ, നമ്മൾ ബയോളജിയിൽ ഒരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞാനിവിടെ ടോപ്പിക്ക് സെലക്ട് ചെയ്തത് 6ാം ക്ലാസ് മുതൽ ഇങ്ങോട്ടാണ്. 6ാം ക്ലാസ് മുതൽ 10 വരെ, അതുപോലെ +1 +2, പിന്നെ നമ്മുടെ സിലബസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിഗ്രി ബേസ്ഡ് എക്സാം ആണ്. അപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചത് എന്തൊക്കെയാണോ, BSc ബോട്ടണി, BSc സുവോളജിക്കാർ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ നമുക്കിവിടെ ആവശ്യമാണ്. അപ്പോൾ അത് നമുക്ക് ആ സിലബസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്ത ടോപ്പിക്ക് സെൽ ബയോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ 6ാം ക്ലാസ് വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ അതാണ്, ജീവന്റെ ചെപ്പുകൾ എന്ന് പറയുന്ന പാഠമാണ്. അപ്പോൾ ആ ഒരു പാഠത്തിനെ വെച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് ക്രിയേറ്റ് ചെയ്തത്. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം തിങ്കളാഴ്ച ഒരു ദിവസം നമുക്ക് എന്തൊക്കെ പഠിക്കാം. ഇപ്പോൾ ബയോളജിയിലാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്താണ്, സെൽ ബയോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് നമുക്ക് ആ ഒരു വീക്ക് മുഴുവൻ, അതായത് സെപ്റ്റംബർ 9 മുതൽ 13 വരെ ആ വീക്ക് മുഴുവൻ നമുക്ക് ആ സെൽ ബയോളജി ഒരു ടോപ്പിക്കായിട്ട് എടുത്തിട്ട്
അതിൻ്റെ റിവിഷൻ കൂടി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ സെപ്റ്റംബർ 9 മുതൽ 13 വരെ, ഓക്കെ, അതിൽ മൺഡേ തിങ്കളാഴ്ച നമ്മൾ എന്ത് ചെയ്യും, 6ാം ക്ലാസ്സിൻ്റെ ജീവന്റെ ചെപ്പുകൾ എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. അത് 8ാം ക്ലാസ്സിൻ്റെ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. ഇത് സെലക്ട് ചെയ്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പഴയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമുക്കറിയാം ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് അല്ലേ, 5ാം ക്ലാസ്സിൽ അതുപോലെ അല്ലെ 3, 5, 7 ക്ലാസ്സുകളിൽ 9ാം ക്ലാസ്സിൻ്റെ ഒക്കെ ടെക്സ്റ്റ് മാറി. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. അതിൽ തന്നെ ഭാഗം 1 മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, നിലവിലുള്ളൂ. അതിനെ മാത്രമേ PDF പോലും അവൈലബിൾ ആയിട്ടുള്ളൂ. ഭാഗം 1 നോക്കുവാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, പഴയ ടെക്സ്റ്റ് ബുക്കൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ പുതിയത് വെറുതെ ടെൻഷൻ അടിച്ച് അതിന് വേണ്ടിയിട്ട് തപ്പി നടക്കണ്ട. അതിൽ നല്ലത് എന്ത് തന്നെയാണ്, പഴയതുള്ളവർ പഴയ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF വെച്ചിട്ട് പഠിച്ചാലും മതി. അപ്പം ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നതൊക്കെ പഴയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബേസിലാണ് കേട്ടോ. അപ്പോൾ 8ന്റെ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, അതുപോലെ 11th സ്റ്റാൻഡേർഡിൻ്റെ 8ാമത്തെ പാഠം കോശം ജീവന്റെ അടിസ്ഥാന ഘടകം. അത് കഴിഞ്ഞ് അതേ ദിവസം തന്നെ മെത്തഡോളജിയിൽ നമ്മൾ പഠിക്കുന്നത് ഹിസ്റ്ററി ആൻഡ് കോൺസെപ്ച്വൽ ഡെവലപ്മെന്റ്, അതാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ ഹിസ്റ്ററി പാർട്ട് അതിൽ വരുന്നത് ഏതൊക്കെയാണ്, റിനൈസൻസും കേരള അല്ലെ, റിനൈസൻസും ആണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവും. അതിൽ റിനൈസൻസിൽ അതായത് നവോത്ഥാനത്തിൽ നമ്മൾ കേരള ലീഡേഴ്സിനെ പറ്റി, നവോത്ഥാന നായകരെ കുറിച്ചിട്ടായിട്ട് പഠിക്കുന്ന രീതിയിൽ അതായിരിക്കും നല്ലത്. നമ്മുടെ സിലബസ് അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ, പക്ഷെ നമുക്ക് ആ രീതിയിൽ തുടങ്ങാം. അതായത് നവോത്ഥാന നായകരെ കുറിച്ച് പഠിക്കാം, അതുപോലെ ചരിത്ര സംഭവങ്ങളും സമരങ്ങളും ഉൾപ്പെടുന്ന ആ ഒരു രീതിയിൽ പഠിക്കാം. അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ ഗാന്ധിജി ഉണ്ട്, ഭഗത് സിംഗ് ഉണ്ട് അല്ലെ, നേതാക്കളെ കുറിച്ച് പഠിക്കണം. അതുപോലെ INC അല്ലെ, INC എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സംഘടനാ രൂപമാണ്, അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഭാഗം ക്ലിയർ ചെയ്യേണ്ട. നമ്മൾ അതിൽ ആദ്യം തുടങ്ങുന്നത് ഓരോ നവോത്ഥാന നായകനെ കുറിച്ചുമാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ദിവസം ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ദിവസം തിങ്കളാഴ്ച വൈകുണ്ഠ സ്വാമികളെ പഠിക്കാം. പിന്നെ ചട്ടമ്പി സ്വാമികള്, ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നറിയപ്പെടുന്ന ചാവറയച്ചൻ, അയ്യങ്കാളെ. ഇങ്ങനെ വെള്ളിയാഴ്ച വരെ നമ്മൾ ഈ 5 പേരെ കുറിച്ച് 5 ദിവസങ്ങളായിട്ട് പഠിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഏകദേശം ഒരു 3 കൊല്ലം മുന്നേ ഉള്ളത് മുതൽ ഇങ്ങോട്ട് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് 2021-നെയാണ്. 2021 കറണ്ട് അഫയേഴ്സ് നമുക്ക് എവിടെ നിന്നൊക്കെ എന്തൊക്കെ സോഴ്സ് കിട്ടോ, ഇപ്പൊ തൊഴിൽ വാർത്ത ഉണ്ടാവും, തൊഴിൽ വീതി ഉണ്ടാവും അല്ലെ, നിങ്ങൾ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത്, മാതൃഭൂമി ബുക്ക് ഉപയോഗിക്കുന്നവരുണ്ടാവും. അങ്ങനെ എല്ലാ തരത്തിലും ആ ഒരു വർഷവുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് കണ്ടെത്തി നമ്മൾ ഇംഗ്ലീഷിലാണ് അത് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നവരാണെങ്കിൽ ബുദ്ധിമുട്ടില്ല. നിങ്ങളിപ്പോൾ UPക്ക് പഠിച്ച ബേസിൽ UPSC എഴുതിയവരാണെങ്കിൽ ആ ഒരു ബേസിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ മലയാളത്തിൽ തന്നെ അത് പഠിച്ചു പോയാൽ മതി. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും, വേറെ ബുദ്ധിമുട്ടില്ല. നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നതാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ട് മലയാളത്തിൽ അത് മനസ്സിലാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഇതിന് മലയാളം ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ നവോത്ഥാന നായകരുടെ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അത് നോക്കാം, നമ്മൾ ചാനലിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ ചൊവ്വാഴ്ച അതായത് 10-ാം തീയതി നമ്മൾ പിന്നെ 11th സ്റ്റാൻഡേർഡിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുക. ആ പാഠം തന്നെ ഒന്നും കൂടി എന്ത് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് മോഡ്യൂൾ 3. ഓക്കെ, പിന്നെ നമ്മൾ എടുക്കുന്നത് മോഡ്യൂൾ 3 HSAയിലെ. അപ്പം അതിൽ ഒന്നാമത്തത് തന്നെ സെൽ ബയോളജിയാണ്. ആ സെൽ ബയോളജി എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക, പഠിക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മെത്തഡോളജിയിൽ നമ്മൾ കോറിലേഷൻ വിത്ത് അതർ സബ്ജക്ട്സ് ആണ് പഠിക്കേണ്ടത്. കോറിലേഷൻ എന്താ, ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് ബയോളജി മറ്റു സബ്ജക്ട്സുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരുന്നു, അങ്ങനെ ഓരോ സബ്ജക്ട്സും തമ്മിലുള്ള ബന്ധമാണ് അവളവിടെ പരിശോധിക്കുന്നത്. അതുപോലെ 11-ാം തീയതി മോഡ്യൂൾ 7
മൂന്നാമത്തെ പഠിക്കാനുള്ളത് സെൽ ബയോളജിയാണ്. ക്രോമസോംസിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് അതിൽ. അപ്പോൾ അത് അന്നത്തെ ദിവസം പഠിക്കാം. അതിൻ്റെ കൂടെ തന്നെ മെത്തഡോളജിയിൽ എയിംസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ടീച്ചിങ് പഠിക്കാം. ഓക്കെ. അതുപോലെ 12-ാം തീയതി നമ്മൾ എന്ത് ചെയ്യുന്നു, മൊഡ്യൂൾ 3 സെൽ ബയോളജിയിൽ തന്നെ സെൽ സൈക്കിൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഇതിൻ്റെ കൂടെ മെത്തഡോളജീൻ്റെ ഭാഗമായിട്ട് പെഡഗോജിക് അനാലിസിസ് നമുക്ക് പഠിക്കാം. ഓക്കെ. പിന്നെ വെള്ളിയാഴ്ച നമ്മൾ ബയോളജി, സെൽ ബയോളജീൻ്റെ റിവിഷൻ കൊടുക്കുന്നു. അതുപോലെ മെത്തഡോളജിയിൽ പ്ലാനിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് പഠിക്കുന്നത്. പ്ലാനിങ് ഉണ്ടല്ലോ അല്ലേ, യൂണിറ്റ് പ്ലാൻ, ലെസൺ പ്ലാൻ, ഇയർ പ്ലാൻ, അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് പഠിക്കും. ഓക്കെ. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെപ്റ്റംബർ 9 മുതൽ 13 വരെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 14-ഉം 15-ഉം അത് ശനി ഞായറുമാണ്. ശനി ഞായറും നമ്മൾ റിവിഷന് വേണ്ടി കൊടുക്കാം. ശനിയാഴ്ച കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെ പഠിച്ച ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഞായറാഴ്ച എന്ത് ചെയ്യുക, ഞായറാഴ്ച നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ. ഏതെങ്കിലും ഒന്നിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഇത്രയാണ് നമ്മൾ ഇപ്പം ചെയ്യുന്നത് 14-ഉം 15-ഉം. അപ്പോൾ 14-ഉം 15-ന്റെ പ്രത്യേകതയും കൂടി അറിയാലോ നമുക്ക്. ഓണാണ് അല്ലേ, ഉദ്ദേശിച്ച പോലെ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 14 മുതൽ 17 വരെ അല്ലേ, 4 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ചതയം വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈഡിൽ ഇത് റിവൈസ് ചെയ്യാം. പഠിക്കാനായിട്ടിരിക്കേണ്ട, കിട്ടുന്ന സമയം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. ഇതുവരെയുള്ള നോട്ട്സ് ഒക്കെ റിവൈസ് ചെയ്യാം. ഓക്കെ. ഓണം ഹോളിഡേയ്സ് ആണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ദിവസം കൊടുക്കുകയാണ്. അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ബുധനാഴ്ച മുതലാണ് കൊടുക്കുന്നത്. തിങ്കൾ ചൊവ്വ ഓണത്തിന്റെ ഭാഗമായിട്ട് പോയല്ലോ, ബുധനാഴ്ച. അപ്പൊ സെപ്റ്റംബർ 18-ന് നമ്മൾ ബയോളജിയിലെ 2ാമത്തെ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യും. അതാണ് പ്ലാൻ റീപ്രൊഡക്ഷൻ. ആ ദിവസം നമ്മൾ പഠിക്കുന്നത് 6-ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠമായിട്ടുള്ള പൂവിൽ നിന്നും പൂവിലേക്ക് എന്ന് പറയുന്ന പാഠം. അതുപോലെ 12-ാം ക്ലാസ്സിലെ 12th പിന്നെ 2ാമത്തെ പാഠം അത് ലൈംഗിക പ്രത്യുൽപാദനം സപുഷ്പികളിൽ നിന്നുള്ള പാഠമാണ്. അതായത് റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ആൻജിയോസ്പേംസ്, അതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതേ ദിവസം തന്നെ മെത്തഡോളജിയിൽ സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ്, അപ്പൊ അതിൽ ടീച്ചിങ് എ സബ്ജക്ട്, അതിൽ നമ്മൾ പഠിക്കുന്നത് ഓരോ സൈക്കോളജിസ്റ്റിന്റെ ഇംപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ. രണ്ട് സൈക്കോളജിസ്റ്റുകളെ ഓരോ ദിവസം എടുത്തിട്ട് നമുക്ക് പഠിക്കാം. അന്നത്തെ ദിവസം നമ്മൾ പിയാഷെ അതുപോലെ ബ്രൂണറിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ. ഇതിൻ്റെ ഇടയിൽ നവോത്ഥാന നായകനായിട്ടുള്ള വക്കം മൗലവിനെ കുറിച്ച് പഠിക്കാം. കറണ്ട് അഫയേഴ്സ് 2022 കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാം. അപ്പം അതൊരു ആ ഒരു വീക്ക് മുഴുവൻ നമ്മൾ എന്തിനു വേണ്ടി കൊടുക്കുക, 2022 കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അതുപോലെ 19-ാം തീയതി വ്യാഴാഴ്ച മോഡ്യൂൾ 6 5ാമത്തെ ഭാഗമായിട്ടുള്ള എംബ്രിയോളജി. ഓക്കെ. എംബ്രിയോളജി മുഴുവനായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, പകുതി നമുക്ക് പഠിച്ചു തീർക്കാം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ മെത്തഡോളജിയിൽ ഗാഗ്നെ ആൻഡ് വൈഗോട്സ്കി അവരെ കുറിച്ച് പഠിക്കാം. അതുപോലെ ഹിസ്റ്ററിയിൽ വാഗ്ബടാനന്ദനെ കുറിച്ചും പഠിക്കാം. അതുപോലെ 20-ാം തീയതി വെള്ളിയാഴ്ച നമ്മൾ ആ മോഡ്യൂള്, അതായത് പ്ലാൻ റീപ്രൊഡക്ഷനിൽ ബാക്കിയുള്ളത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിൻ്റെ റിവിഷനും കൂടി ചെയ്യും. മെത്തഡോളജിയിൽ ഓസ്ബൽ ആൻഡ് ഗാർഡ്നർ അവരെ കുറിച്ച് പഠിക്കും. അതുപോലെ ഹിസ്റ്ററിയിൽ സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പഠിക്കും. പിന്നെ നമ്മൾ 21-ഉം 22 ശനി ഞായറുമാണ് എന്ത് ചെയ്യുക, ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിരിക്കും PDF ആയിട്ട്, അതിൻ്റെ ആൻസർ കീ അവൈലബിൾ ആയിരിക്കും. അത് PSC സൈറ്റിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളത് എന്ത് ചെയ്യുക, അത് ചെയ്യുക. ശനിയാഴ്ച ഫുള്ളായിട്ട് റിവൈസ് ചെയ്യുക. ആ ഒരു വീക്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കുക. ഞായറാഴ്ച എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ശരിയായ എക്സാമായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. അത് റിവിഷൻ നടത്തുക, അനലൈസ് ചെയ്യുക, എവിടെയാണ് എൻ്റെ വീക്ക് പോയിന്റ് എന്ന് കണ്ടുപിടിക്കുക. ഇത്രയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി 23-ാം തീയതി തിങ്കളാഴ്ച നമ്മൾ ബയോളജിയിൽ തുടങ്ങുന്ന ടോപ്പിക്കാണ് 3ാമത്തെ ടോപ്പിക്ക് ഡൈജഷൻ. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് 6-ാം ക്ലാസ്സിലെ ആഹാരം ആരോഗ്യത്തിന് എന്ന 3ാമത്തെ പാഠം, 7-ാം ക്ലാസ്സിലെ അന്നപഥത്തിലൂടെ എന്ന 2ാമത്തെ പാഠം, 9-ാം ക്ലാസ്സിലെ ആഹാരം അന്നപഥത്തിൽ എന്ന 2ാമത്തെ പാഠം, ഇത്രയും പഠിക്കാൻ പറ്റും. ഇതിന് കൂടെ മെത്തഡോളജിയിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പഠിക്കാം. അതുപോലെ നവോത്ഥാന നായകനായിട്ടുള്ള പണ്ഡിറ്റ് KP കറുപ്പനെ കുറിച്ചും പഠിക്കാം.
അതുപോലെ 24-ാം തീയതി 11th 16ാമത്തെ പാഠമായിട്ടുള്ള ദഹനവും ആഗിരണവും. ഇതിന്റെ കൂടെ നമ്മൾ മെത്തഡോളജിയിൽ മോട്ടിവേഷനും മാക്സിംസ് ഓഫ് ടീച്ചിങ് പഠിക്കാൻ പറ്റും. പിന്നെ ഹിസ്റ്ററി പാർട്ടായിട്ട് മന്നത്ത് പത്മനാഭനെ കുറിച്ചും പഠിക്കാം. ആ ഒരു 2 ദിവസം തിങ്കളും ചൊവ്വയും കൂടി നമ്മൾ എന്ത് ചെയ്യുക, 2022 കറണ്ട് അഫയേഴ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. അത് കഴിഞ്ഞ് 25-ാം തീയതി ബുധനാഴ്ച നമ്മൾ മോഡ്യൂൾ 2 1ാമത്തെ ഭാഗമായിട്ടുള്ള ഫിസിയോളജി. അപ്പൊ അതിൽ വരുന്ന പാർട്ടാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഭാഗം. അത് നോക്കാം. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെത്തഡോളജിയിൽ മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന പുതിയ ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നു. അതിൽ മോഡൽസ് ഓഫ് ടീച്ചിങ് പഠിക്കാൻ എടുക്കാം. കുറേ ടൈപ്പ് മോഡൽസ് ഓഫ് ടീച്ചിങ് ഉണ്ടല്ലോ, അത് നമുക്ക് പഠിക്കാം. അതിൻ്റെ കൂടെ വീട്ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ചും പഠിക്കാം. അതുപോലെ 2021 22 കറണ്ട് അഫയേഴ്സ് ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാം. എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അതും ചെയ്യാം. അതുപോലെ അടുത്തത് 26-ാം തീയതിയാണ്. 26-ാം തീയതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 26-ാം തീയതിയും 27-ാം തീയതിയും ഈ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ ഇതുവരെ എന്തൊക്കെയാണോ ബയോളജിയിൽ പഠിച്ചത് അത് റിവൈസ് ചെയ്യാം. ഓക്കെ. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാൻ റീപ്രൊഡക്ഷൻ അല്ലെ, പ്ലാൻ റീപ്രൊഡക്ഷൻ ഒരു ദിവസം റിവൈസ് ചെയ്യാം. വെള്ളിയാഴ്ച ഡൈജഷൻ റിവൈസ് ചെയ്യാം. അതുപോലെ 26-ാം തീയതി നമ്മൾ ടെക്നിക്സ് ഓഫ് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ പഠിക്കാനെടുക്കാം. അതിൻ്റെ കൂടെ കുമാര ഗുരുദേവനെ കുറിച്ചിട്ടും പഠിക്കാം. അതുപോലെ വെള്ളിയാഴ്ച നമ്മൾ ഇതുവരെയുള്ള എല്ലാ മെത്തഡോളജിയിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ റിവൈസ് ചെയ്യുക. ഇതിൻ്റെ കൂടെ ഹിസ്റ്ററി പാർട്ടായിട്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ഉള്ള പോലെ തന്നെ 28-നും 29 ഈ 2 തീയതികളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വീക്ക്ലി റിവിഷനും 2ാമത്തെ മോക്ക് ടെസ്റ്റും ചെയ്യുന്നു. ഇത്രയാണ് സെപ്റ്റംബർ മാസത്തെ സ്റ്റഡി പ്ലാൻ വരുന്നത്. ഈ ഒരു പ്ലാൻ കഴിയുമ്പോഴേക്കും നമുക്കറിയാം അല്ലെ, സെൽ ബയോളജിന് മൂന്ന് ടോപ്പിക്സോളം ബയോളജിയിൽ നമ്മൾ പഠിച്ചു. മെത്തഡോളജിയിൽ പകുതിയോളം കംപ്ലീറ്റ് ആവും. ഓക്കെ. നവോത്ഥാന നായകരെ അതുപോലെ പകുതിയോളം പഠിക്കുന്നു. 2021 22 വർഷങ്ങളിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നു. അപ്പോൾ വളരെ സാവധാനത്തിൽ വളരെ റിലാക്സ് ആയിട്ട് നമുക്കിത് പഠിക്കാനും പറ്റും. അത്രത്തോളം ടൈം കൊടുത്തിട്ടാണ് ഈ ഒരു പ്ലാനർ തയ്യാറാക്കിയിട്ടുള്ളത്. അത്രയും സമയം കിട്ടാത്തവർക്ക് പേടിക്കേണ്ട, 1 മണിക്കൂർ ഒരു സബ്ജക്റ്റിന് എന്നുള്ള രീതി കൊടുത്താൽ പോലും നിങ്ങൾക്കിത് പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പൊ ഇതാണ് സെപ്റ്റംബർ മന്തിന്റെ സ്റ്റഡി പ്ലാനർ. അപ്പം HSA നാച്ചുറൽ സയൻസ് അല്ലെ, പഠിക്കാൻ തുടങ്ങാത്തവര് പെട്ടെന്ന് തുടങ്ങുക. ഗൈഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല അല്ലെ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ആകെ വേണ്ടതെന്ന് വെച്ചാൽ ഗൈഡ് ആവശ്യമായിട്ട് വരുന്നത് നവോത്ഥാന നായകരെ കുറിച്ചിട്ടും അതുപോലെ കറണ്ട് അഫയേഴ്സും പഠിക്കാനാണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ച ഇപ്പോൾ LDCക്ക് പ്രിപ്പയർ ചെയ്തവരും UPക്ക് പ്രിപ്പയർ ചെയ്തവരും ആ ഗൈഡ് ഉണ്ടെങ്കിൽ അതിലുള്ള ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചാലും മതി. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മെത്തഡോളജി പാർട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്, ഗൈഡ് വാങ്ങിക്കാത്തവർ എന്ത് ചെയ്യാം, നമ്മൾ BEdന് എന്താണോ പഠിച്ചത് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനെ കുറച്ച് ബുക്സ് ഇപ്പം ഞാൻ BEdന് പഠിച്ചതിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ കുറച്ച് ബുക്സാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് നമ്മുടെ സയൻസ് എഡ്യൂക്കേഷനിലെ ഇത് ഡോക്ടർ TK മാത്യു ആൻഡ് TM മോളിക്കുട്ടി. ഓക്കെ. അപ്പോൾ ഇത് ഫിസിക്കൽ സയൻസിനും നാച്ചുറൽ സയൻസിനും കൂടിയിട്ടുള്ളൊരു സയൻസ് എഡ്യൂക്കേഷൻ്റെ ബുക്കാണ്. ഇതിൽ നമ്മുടെ മെത്തഡോളജി ഭൂരിഭാഗം നല്ല മൊത്തം നമുക്കിപ്പോൾ ഈ ഒരു എക്സാമിന് ആവശ്യമുള്ള മെത്തഡോളജി പാർട്ടിൽ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സിമ്പിളായിട്ട് ഒക്കെ വിവരിച്ചിട്ടുമുണ്ട്. ഡീറ്റെയിൽഡും ആണ്, സിമ്പിളും ആണ്. അതുപോലെ സൈക്കോളജി ചില ഭാഗങ്ങൾ നമുക്ക് സൈക്കോളജി ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്നാലും കുറവാണ്, UPക്ക് പഠിച്ചതിനേക്കാളും കുറവാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടർ ശിവരാജൻ സാറിൻ്റെ ശിവരാജൻ സാറിൻ്റെ സൈക്കോളജി ബുക്ക്. ഓക്കെ. ഇതൊക്കെ നമുക്ക് പിന്നെ ലൈബ്രറിയിലൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നതാണ്, ബുക്ക് സ്റ്റോളിലും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഡോക്ടർ ശിവരാജൻ സാറിൻ്റെ തന്നെ ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഇൻ മോഡേൺ എഡ്യൂക്കേഷണൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ബുക്കും കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും ബുക്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് മാത്രമായാലും മതി, നമുക്ക് HSAക്ക് മെത്തഡോളജി ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അതുപോലെ ഇനി HSA ബയോളജി പാർട്ടാണ് പറയുന്നത്. ഇപ്പം ബയോളജി പാർട്ടിൽ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള സെൽ ബയോളജി, അതിൽ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, 6ാം ക്ലാസ് മുതൽ ഇങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം അതിൽ ഏതൊക്കെയാണോ ആവശ്യമുള്ളത് SSCRT MCRT ടെക്സ്റ്റ് ബുക്കുള്ള വിവരങ്ങൾ,
അതുപോലെ HSCക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ക്ലാസ് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്.